അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ആധുനിക ആത്മീയതയും ഇസ്ലാമും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ നാഥൻ എന്ന പേരോടുകൂടി പല പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ വീഡിയോ തയ്യാറാക്കിയത് ഒരു വാദത്തിനായല്ല, ആരെയെങ്കിലും തെറ്റുകാരനെന്ന് തെളിയിക്കാനായുമല്ല. ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായി കേൾക്കുന്ന ചില വാക്കുകൾ ശാന്തമായി സത്യസന്ധമായി ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിൽ പലരും കൂടുതൽ സംസാരിക്കുന്നത് യൂണിവേഴ്സ് എന്ന വാക്കിനോടാണ്. യൂണിവേഴ്സ് കേൾക്കും, നിന്റെ ചിന്തകൾ യൂണിവേഴ്സ് സ്വീകരിക്കും, നീ വിശ്വസിച്ചാൽ അത് സംഭവിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭാഷ നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇതിൻ്റെ കൂടെ മൈൻഡ് പവർ, ആകർഷണ നിയമം, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ പോലുള്ള വാക്കുകളും. ഇവ കേൾക്കുമ്പോൾ മനുഷ്യന് പ്രതീക്ഷ തോന്നും, മുന്നോട്ട് പോകാൻ ഒരു ഊർജം കിട്ടുന്നത് പോലെ തോന്നും. അതിൽ തെറ്റില്ല. പക്ഷേ സമയം കഴിയുമ്പോൾ ഈ ആശയങ്ങൾ ചിലരിൽ ഒരു ഭാരം കൂടി സൃഷ്ടിക്കുന്നത് കാണാം. എനിക്ക് ശരിയായി ചിന്തിക്കാനായില്ലേ, ഞാൻ പോസിറ്റീവായില്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചിലരെ കുഴക്കുന്നു. അപ്പോൾ പ്രശ്നം പുറത്തല്ല, ഉള്ളിലാണ്. ഈ വീഡിയോ അവിടെയാണ് നിൽക്കുന്നത്. ഇത് ആധുനിക ആത്മീയതയെ ആക്രമിക്കാനുള്ളതല്ല, അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസത്തെ മുദ്രാവാക്യങ്ങളാക്കി ഉയർത്തിക്കാട്ടാനുമല്ല. ഈ രണ്ടിനുമിടയിൽ നിൽക്കുന്ന, ചിന്തിക്കുന്ന, ചിലപ്പോൾ കുഴങ്ങുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നീ തെറ്റാണ് എന്ന വിധിയില്ല, ഇത് മാത്രമാണ് ശരിയെന്ന അവകാശവാദവുമില്ല. ഇവിടെയുള്ളത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ ഈ കാര്യങ്ങളെ എങ്ങനെ ശാന്തമായി മനസ്സിലാക്കാം എന്നൊരു ശ്രമം മാത്രമാണ്. ഈ വീഡിയോ മനുഷ്യനെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയുള്ളതല്ല. നിനക്ക് എല്ലാം ചെയ്യാം എന്ന സന്ദേശം ഇതിലില്ല. അതുപോലെ തന്നെ മനുഷ്യനെ കൈവിടാനും പഠിപ്പിക്കുന്നില്ല. ഇത് മനുഷ്യനെ തൻ്റെ പരിധി തിരിച്ചറിയാനും ആശ്രയത്തിൻ്റെ സ്ഥാനം ശരിയായി മനസ്സിലാക്കാനും സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാം സ്വന്തം കയ്യിൽ വേണം എന്ന സമ്മർദ്ദത്തിൽ നിന്ന് അല്പം ശ്വാസമെടുക്കാനുള്ള ഇടം നൽകുക. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച ചില ധാരണകളെ അത് ചോദ്യം ചെയ്തേക്കാം. ചില ഭാഗങ്ങൾ നിങ്ങളെ ശാന്തമാക്കും. ചില ഭാഗങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കും. അതൊക്കെയും ഈ വീഡിയോ പരമ്പരയുടെ ഭാഗമാണ്. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എല്ലാം നിയന്ത്രിക്കണം, എല്ലാം വിശദീകരിക്കണം എന്ന ഉറച്ച നിലപാടുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ വിശ്വാസവും മനസ്സും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് ഉള്ളിൽ എവിടെയോ തോന്നുന്നവർക്കും, ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ലാത്തവർക്കും, ജീവിതത്തിൻ്റെ ഭാരം കുറച്ച് ശാന്തമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഒരു കൂട്ടയാത്രയായേക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടണമെന്നില്ല, പക്ഷേ ചില ശരിയായ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം ലഭിച്ചെന്ന് വരാം. അതുതന്നെ വലിയൊരു തുടക്കമാണ്. യൂണിവേഴ്സ് ഒരു സൃഷ്ടിയാണ്. അതിന് അതീതമായി ഒരു നാഥനുണ്ട്. ഈ ലളിതമായ പക്ഷേ പലപ്പോഴും മറക്കപ്പെടുന്ന സത്യത്തിലേക്ക് മനുഷ്യനെ ശാന്തമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. ഈ വിഷയം ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് പല പാർട്ടുകളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പാർട്ടുകളും മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫ്രീ മെസ്സേജുകൾ ലഭ്യമാണ്.